ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന. പ്രഭാഷകന്റെ പുസ്തകം 16-ാം അധ്യായം മുതൽ. കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത്. ദൈവഭയമില്ലാത്ത പുത്രരിൽ ആനന്ദിക്കുകയും അരുത്. ദൈവഭയമില്ലാത്ത പുത്രർ പെരുകുമ്പോൾ ആനന്ദിക്കരുത്. അവരുടെ ദീർഘായുസിലും എണ്ണത്തിലും നിന്റെ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ട. കാരണം ദൈവഭയമുള്ള ഒരുവൻ 1000 പാപികളേക്കാൾ മെച്ചമാണ്. ദൈവഭയം ഇല്ലാത്ത മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ ഭേദം അനപത്യനായി മരിക്കുന്നതാണ്. വിവേകമുള്ള ഒരുവനാൽ നഗരം ജനനിമിത്തമാകും. നിയമനിഷ്ഠയില്ലാത്ത ഒരു വർഗം വഴി അത് ശൂന്യമാകും. ഇങ്ങനെയുള്ള പലതും എൻ്റെ കണ്ണ് കണ്ടിട്ടുണ്ട്. ഇതിനേക്കാൾ വലുത് എൻ്റെ ചെവി കേട്ടിട്ടുമുണ്ട്. പാപികൾ സംഘം ചേരുമ്പോൾ അഗ്നി ജ്വലിക്കുന്നു. അനുസരണയില്ലാത്ത ജനത ക്രോധം ആളിക്കത്തിക്കുന്നു. സുശക്തിയിൽ വിശ്വസിച്ച് ദൈവത്തോട് മത്സരിച്ച പുരാതന മല്ലന്മാരോട് അവിടുന്ന് ക്ഷമിച്ചില്ല. ലോകത്തിൻ്റെ അയൽക്കാരെ അഹങ്കാര നിമിത്തം അവിടുന്ന് വെറുത്തു. അവരെ വെറുതെ വിട്ടില്ല. നാശത്തിന് ഒഴിഞ്ഞിട്ട് പാപം മൂലം തൂത്തെറിയപ്പെട്ട ജനത്തോട് അവിടുന്ന് കരുണ കാണിച്ചില്ല. കലാപത്തിന് അണിനിരക്കുന്ന 6 ലക്ഷം ദുർവാസിക്കാരോടും അവിടുന്ന് കരുണ കാണിച്ചില്ല. ദുശാടിക്കാരൻ ഒരുവനെയുള്ളെങ്കിലും അവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നെങ്കിൽ അത്ഭുതമാണ്. കരുണയും കോപവും കർത്താവിനോട് കൂടെയുണ്ട്. ക്ഷമിക്കുമ്പോഴും ക്രോധം ചൊരിയുമ്പോഴും അവിടുത്തെ ശക്തിയാണ് പ്രകടമാകുന്നത്. അവിടുത്തെ കാരണം പോലെ തന്നെ ശിക്ഷയും വലുതാണ്. പ്രവൃത്തികൾക്കനുസൃതമായി അവിടുന്ന് മനുഷ്യനെ വിധിക്കുന്നു. കൊള്ള മുതലുമായി പാപി രക്ഷപ്പെടുകയില്ല. ദൈവഭക്തൻ്റെ ക്ഷമ വൃഥ ആവുകയില്ല. കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും. പ്രവൃത്തികൾക്കൊത്ത പ്രതിഫലം ഓരോരുത്തരും ലഭിക്കും. ഇങ്ങനെ പറയരുത്, ഞാൻ കർത്താവിൽ നിന്ന് മറിഞ്ഞിരിക്കും. ഉന്നതങ്ങളിൽ ആരെന്നെ ഓർക്കും? അനേകം ആളുകളുടെ ഇടയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുകയില്ല. നിസ്സീമമായ സൃഷ്ടികളുടെ ഇടയിൽ ഞാൻ ആരാണ്? സ്വർഗവും സ്വർഗാതിസ്വർഗവും ആഴമുള്ള ഭൂമിയും അവിടുത്തെ സന്ദർശനത്തിൽ വിറകൊള്ളും. പർവ്വതങ്ങളും ഭൂമിയുടെ അടിസ്ഥാനങ്ങളും അവിടുത്തെ നോട്ടത്തിൽ കുലുങ്ങും. ഇതേപ്പറ്റി ആരും ധ്യാനിക്കുന്നില്ല. അവിടുത്തെ മാർഗത്തെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല. മനുഷ്യൻ്റെ ദൃഷ്ടിക്ക് അഗോചരമായ കൊടുങ്കാറ്റെന്ന പോലെ അവിടുത്തെ മിക്ക പ്രവൃത്തികളും മറഞ്ഞിരിക്കുന്നു. അവിടുത്തെ നീതിയുക്തമായ പ്രവൃത്തികൾ ആര് ഘോഷിക്കും? ആര് അവയ്ക്ക് വേണ്ടി കാത്തിരിക്കും? പ്രതിഫലത്തിൻ്റെ ദിനം വിദൂരത്താണ്. എങ്ങനെയാണ് വിവേകശൂന്യർ വിചാരിക്കുന്നത്? ബുദ്ധിശൂന്യൻ മൂഢമായി ചിന്തിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായ്ക്ക് സ്തുതി. ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം മുതൽ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു. അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു. മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിൽ ഉണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്. അതിലേ കടന്നു പോകുന്നവർ വളരെയാണ് താനും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്. അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉള്ളിൽ അവർ കടിച്ചു ചിന്തുന്ന ചെന്നായ്ക്കളാണ്. ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞലിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ? നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയും. നമ്മുടെ കർത്താവായ യേശുമിശിഹായ്ക്ക് സ്തുതി. കർത്താവായ യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിച്ച ഈ ബൈബിൾ വചനങ്ങൾ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നു. ദൈവം കണ്ണില്ലാത്തവനല്ല, കാതില്ലാത്തവനല്ല. ദൈവം ബധിരനുമല്ല, മൂഢനുമല്ല എന്ന് ഈ ബൈബിൾ വചനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവിടുത്തോട് ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും എന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നു. പക്ഷെ നമ്മൾ വ്യർത്ഥമായി ചോദിക്കരുത്. അവിടുത്തോട് ആശ്രയം വെച്ചുകൊണ്ട് ചോദിക്കുകയും
ഒരല്പമെങ്കിലും വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകട്ടെ. വിശ്വാസത്തിലൂടെ മാത്രമേ ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ പ്രകടമാകൂ. ദൈവത്തിൽ പ്രിയരെ, നമ്മൾ ദൈവത്തോട് യാചിക്കുന്ന എല്ലാ ഉടമ്പടി നിയോഗങ്ങളിൽ കർത്താവായ യേശുവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധ കൃപാസന മാതാവ് അവ മാധ്യസ്ഥം വഴി വാങ്ങിത്തരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.